മുണ്ടക്കൈ ദുരന്തത്തിൽ സർക്കാരിന് നൽകി വരുന്ന പിന്തുണ തുടരണമോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അടുത്ത ദിവസം ചേരുന്ന UDF യോഗം ഇക്കാര്യം തീരുമാനിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അല്ലല്ല, ഞങ്ങള് ഇതുവരെ കൊടുത്തിരിക്കുന്ന സഹകരണം തുടരണോ എന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളിപ്പോൾ അടുത്ത ദിവസത്തെ UDF യോഗം ഞങ്ങൾ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യും. കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന നിസ്സംഗത, പൂർണ്ണമായ അവഗണന എന്ന് പറയില്ല. കേന്ദ്രം പണം തന്നില്ല, നമ്മളതിന്റെ പോരാട്ടം തുടരുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ അവർ കണക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തുക കൊടുക്കാമായിരുന്നു. തന്നില്ല, ഇതുവരെ തന്നിട്ടില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇന്നിപ്പോ ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞ 700 കോടി രൂപ ബാക്കിയുണ്ട് SDRF. 681 കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം, സാലറി വന്നതും അടക്കം 7,65 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുള്ളൂ. അപ്പൊ 681 കോടി രൂപ അവിടെയും ഇവിടെ 700 കോടി രൂപയുണ്ട്. അപ്പൊ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഭൂമി ഞങ്ങൾ തന്നെ 100 വീട്, മുസ്ലിം ലീഗ് 100 വീട്, കർണാടക ഗവൺമെന്റ് 30 വീട്, യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം എടുത്തു തരുന്നില്ല. അപ്പൊ സ്ഥലം എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു നെഗോസിയേഷനോ വേണ്ട രീതിയിലുള്ള ഗൗരവതരമായ ചർച്ചയോ നടത്താതെ അത് വ്യവഹാരത്തിലേക്ക് കൊണ്ട് ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ മുന്നറിയിപ്പ് കൊടുത്താണ്. ഒരു കാരണവശാലും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകരുത്. സർക്കാർ വളരെ ബുദ്ധിപൂർവമാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ നയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കേസായിട്ട് ഇങ്ങനെ പോകുന്നത്. അല്ല, ഞങ്ങളും പറഞ്ഞതാണ്. ഞാനും ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങള് 100 വീട് വെക്കാൻ, രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 100 വീട് വെക്കാൻ, സ്ഥലം മേടിച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. അവര് കോമൺ ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞങ്ങളത് ഗൗരവമായി ചർച്ച ചെയ്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ UDF ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനമെടുക്കും.